Hi learners! ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 5th സെമസ്റ്റർ BA ഇംഗ്ലീഷിൻ്റെ ലിറ്റററി തിയറി എന്ന പേപ്പറിലെ കൾച്ചറൽ മെറ്റീരിയലിസം എന്ന ചാപ്റ്ററാണ്. ഓക്കെ, സോ കൾച്ചറൽ മെറ്റീരിയലിസം, ദ ടേം വാസ് കോയിൻഡ് ബൈ ബ്രിട്ടീഷ് ക്രിട്ടിക് റെയ്മണ്ട് വില്യംസ്. It was popularized by Jonathan Dollimore and Alan Sinfield in 1980s. അപ്പോൾ റെയ്മണ്ട് വില്യംസ് ആണ് കൾച്ചറൽ മെറ്റീരിയലിസം എന്നുള്ള ഒരു ടേം കോയിൻ ചെയ്തത്. പിന്നീട് അതിന് പോപ്പുലറൈസ് ചെയ്തത് ജൊനാഥൻ ഡോളിമോറും അലൻ സിൻഫീൽഡുമാണ്. അപ്പോൾ ഏതൊക്കെ വർക്ക്സിലാണെന്നുള്ളത് നോക്കാം. റെയ്മണ്ട് വില്യംസിൻ്റെ മാർക്സിസം ആൻഡ് ലിറ്ററേച്ചർ എന്ന വർക്കിലാണ് 1977. ജൊനാഥൻ ഡോളിമോർ ആൻഡ് അലൻ സിൻഫീൽഡ് അവരുടെ പൊളിറ്റിക്കൽ ഷേക്സ്പിയർ എന്ന വർക്കിലാണ് in 1985. Okay, so in those works cultural materialism were discussed. Raymond Williams defines cultural materialism as a theory of the specificities of material, cultural and literary production within historical materialism. So it is being studied cultural as a material, historical materialism and all. Cultural materialists understand the physical world as cultural materialisറ്റുകൾക്ക് ഫിസിക്കൽ വേൾഡ് ആർ ഓഫ് 3 parts. ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും, സ്ട്രക്ചർ ഉണ്ടാവും, സൂപ്പർ സ്ട്രക്ചർ ഉണ്ടാവും. ഓക്കെ, സോ ഫോർ ദം ഫിസിക്കൽ വേൾഡ് കൺസിസ്റ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, സ്ട്രക്ചർ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ. Infrastructure is the basic plane which includes the environment with its forces and laws. So infrastructure is the basic plane. എൻവയോൺമെൻറ്റും ഫോഴ്സസും ഒക്കെ ഉള്ള ബേസിക് ആയിട്ടുള്ള പ്ലെയിൻ ആണ് അത്. Next one, structure is where the society's economic, social and political organization operate. ഒരു സൊസൈറ്റീൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസും എക്കണോമിക് ഓർഗനൈസേഷൻസൊക്കെ ആക്ട് ചെയ്യുന്ന, ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. സൂപ്പർ സ്ട്രക്ചർ ഇസ് റിലേറ്റഡ് ടു ഐഡിയോളജി ആൻഡ് സിംബോളിസം. സൂപ്പർ സ്ട്രക്ചറിൽ വരുന്നത് ഐഡിയോളജി, സിംബോളിസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമ്മൾ നേരത്തെ മാർക്സിസത്തിൽ സൊസൈറ്റി കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ പച്ച പറഞ്ഞ ഒരു ബേസും ഉണ്ട്, സൂപ്പർ സ്ട്രക്ചറും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ, സ്ട്രക്ചർ, സൂപ്പർ സ്ട്രക്ചറാണ്. ഇൻഫ്രാസ്ട്രക്ചറാണ് ബേസ്. ഓക്കെ, അതിലെ സൂപ്പർ സ്ട്രക്ചറിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഇതിലും സൂപ്പർ സ്ട്രക്ചറിൽ വരുന്നത് ഐഡിയോളജി, സിംബോളിസം അങ്ങനത്തെ കാര്യങ്ങളാണ്. സ്ട്രക്ചറിലാണ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ഓർഗനൈസേഷൻസ് ഒക്കെ വരിക. ഇൻഫ്രാസ്ട്രക്ചറിലാണ് ദ എൻവയോൺമെൻറ്റ് ഒക്കെ വരിക. Raymond Williams saw literary text as a political and historical document that cannot be separated from the context of its production. അപ്പോൾ റെയ്മണ്ട് വില്യംസ് ഒരു ലിറ്റററി ടെക്സ്റ്റിനെ കാണുന്നത് ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റ് ആയിട്ടാണ്. ആ ഡോക്യുമെൻറ്റ് അതിൻ്റെ പ്രൊഡക്ഷൻ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വർക്കായിട്ടാണ് ലിറ്റററി വർക്ക്സിനെ കാണുന്നത്. Culture as a way of life is connected to the material forces that operate within the സൊസൈറ്റി. അപ്പോൾ ഈ മെറ്റീരിയൽ ഫോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും കൾച്ചർ. അതാണ് കൾച്ചർ. ആ ഒരു ബിലീഫാണ് കൾച്ചറൽ മെറ്റീരിയലിസം. മെറ്റീരിയൽ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ലിറ്ററേച്ചർ, അങ്ങനത്തെ കൾച്ചറൽ മെറ്റീരിയൽസ്. ഓക്കെ, നൗ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചറൽ മെറ്റീരിയലിസം. സോ അക്കോർഡിംഗ് ടു പീറ്റർ ബാരി ആണ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. പീറ്റർ ബാരിനെ പറ്റി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ലിറ്റററി തിയറിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പീറ്റർ ബാരിയുടെ ഒരു ബുക്ക്, ഇമ്പോർട്ടൻറ്റ് ലിറ്റററി ബുക്ക് പറയുന്നുണ്ട്, ബിഗിനിങ് തിയറി, ആൻ ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി ആൻഡ് കൾച്ചറൽ തിയറി എന്ന് പറയുന്ന ബുക്ക്. അപ്പോൾ പീറ്റർ ബാരിയുടെ ബിഗിനിങ് തിയറിയിൽ പീറ്റർ ബാരി ഒരുപാട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ. അപ്പോൾ കൾച്ചറൽ മെറ്റീരിയലിസത്തിൻ്റെ അദ്ദേഹം 4 ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, സെക്കൻഡ് വൺ തിയറിറ്റിക്കൽ മെത്തേഡ്, തേർഡ് വൺ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റ്, ഫോർത്ത് വൺ ടെക്സ്ച്വൽ അനാലിസിസ്. ഇപ്പോൾ കൾച്ചറൽ മെറ്റീരിയലിസ്റ്റുകൾ ഒരു വർക്കിൻ്റെ, ലിറ്റററി വർക്കിനെ സ്റ്റഡി ചെയ്യുമ്പോൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നോക്കും, തിയറിറ്റിക്കൽ ഏരിയ നോക്കും, അതിൻ്റെ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റ്, പിന്നെ ടെക്സ്ച്വൽ അനാലിസിസ്, ഈ സംഭവങ്ങളൊക്കെ കൾച്ചറൽ മെറ്റീരിയലിസ്റ്റുകൾ ചെയ്യും. അപ്പോൾ ഇതൊക്കെ കൾച്ചറൽ മെറ്റീരിയലിസത്തിൻ്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നെക്സ്റ്റ്, കൾച്ചറൽ മെറ്റീരിയലിസം ആൻഡ് ന്യൂ ഹിസ്റ്റോറിസിസം. അപ്പോൾ ഇതിന് മുന്നേ ഈ ചാപ്റ്ററിന് തൊട്ട് മുന്നേ വരുന്നത് ന്യൂ ഹിസ്റ്റോറിസിസമാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, കൾച്ചറൽ മെറ്റീരിയലിസവും ന്യൂ ഹിസ്റ്റോറിസിസവും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, സിമിലാരിറ്റീസ് എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ബോത്ത് സ്കൂൾസ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റഡിയിങ് ലിറ്ററേച്ചർ ആൻഡ് ഹിസ്റ്ററി സൈഡ് ബൈ സൈഡ്. രണ്ട് സ്കൂൾസും ന്യൂ ഹിസ്റ്റോറിസിസം ആണെങ്കിലും കൾച്ചറൽ മെറ്റീരിയലിസം ആണെങ്കിലും ലിറ്ററേച്ചറും ഹിസ്റ്ററിയും ഒരുമിച്ച് സൈഡ് ബൈ സൈഡ് വെച്ചുകൊണ്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് രണ്ട് സ്കൂളിലുള്ളവരും.
but theoretical basis of them are different. But theoretically they are different. So what is the difference? Cultural materialism follows Marxism, whereas new historicism is essentially പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ്. ഇപ്പം കൾച്ചറൽ മെറ്റീരിയലിസം മാർക്സിസം ആണ് ഫോളോ ചെയ്യുന്നത്, പക്ഷേ ന്യൂ ഹിസ്റ്റോറിസിസം ഒരു പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ഐഡിയ ആണ്. ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് ബിലീവ് ദാറ്റ് ലിറ്റററി ടെക്സ്റ്റ് കൻ നോട്ട് എക്സീഡ് ദ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൊഡക്ഷൻ. ഇറ്റ് എക്സിസ്റ്റ് ഓഫ് ഇറ്റ്സ് ടൈം. അപ്പോൾ ന്യൂ ഹിസ്റ്റോറിസിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നത് ഒരു ലിറ്റററി വർക്ക് അല്ലെങ്കിൽ ഒരു ലിറ്റററി ടെക്സ്റ്റ് എന്ന് പറയുന്നത് അത് അതിൻ്റെ ആ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ ഏത് ടൈമിലാണ്, ഏത് പീരിയഡിലാണ്, ഏത് ഹിസ്റ്റോറിക്കൽ പീരിയഡിലാണ് ആ ഒരു ലിറ്റററി വർക്ക് പബ്ലിഷ് ചെയ്തത്, അതിൻ്റെ ആ ഒരു ടൈമിലുണ്ടായിരുന്ന ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ എപ്പോഴും അത് പ്ലേസ് ചെയ്യണം. അതിനെ എക്സീഡ് ചെയ്യാനൊന്നും, ആ ഒരു പീരീഡ് എക്സീഡ് ചെയ്യാനൊന്നും ആ ലിറ്റററി വർക്കിന് പറ്റില്ല എന്നാണ് അവരുടെ ഒരു ബിലീഫ്. അപ്പോൾ ഒരു വർക്കിൻ്റെ പ്രൊഡക്ഷൻ സമയത്ത് ഉണ്ടാവുന്ന ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് അത് എക്സീഡ് ചെയ്ത് പോകാനാവും ഒരു വർക്കിന് പറ്റില്ല എന്നാണ് അവരുടെ ബിലീഫ്. ഇറ്റ് എക്സിസ്റ്റ് ഓഫ് ഇറ്റ്സ് ടൈം. അതൊരു പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് മൈക്കൽ ഫൊക്കോൾട്ടിൻ്റെ ഐഡിയാസുമായി ഒത്തുപോകുന്നതാണ്. നെക്സ്റ്റ്, കൾച്ചറൽ മെറ്റീരിയലിസ്റ്റ് സീ ടെക്സ്റ്റ് ആസ് എ സൈറ്റ് ഓഫ് കോൺട്രഡിക്ഷൻസ് ആൻഡ് കോൺഫ്ലിക്ട്സ് ഓഫ് പൊളിറ്റിക്കൽ വിൽസ് ഓഫ് പീപ്പിൾ. കൾച്ചറൽ മെറ്റീരിയലിസ്റ്റുകളാണെങ്കിൽ ഒരു വർക്ക് കാണുന്നത് എങ്ങനെയാണ്? അത് ആൾക്കാരുടെ കോൺട്രഡിക്ഷൻസും കോൺഫ്ലിക്ട്സും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു സൈറ്റ് എന്നുള്ള രീതിയിലാണ് കൾച്ചറൽ മെറ്റീരിയലിസ്റ്റുകൾ ടെക്സ്റ്റുകളെ കാണുന്നത്. റൈമണ്ട് വില്യംസിൻ്റെ സ്ട്രക്ചേഴ്സ് ഓഫ് ഫീലിങ്സിനോട് യോജിച്ചു പോകുന്ന ഒരു ഐഡിയ ആണ് കൾച്ചറൽ മെറ്റീരിയലിസ്റ്റുകൾക്കുള്ളത്. ഓക്കെ, നൗ പീറ്റർ ബാരി പറയുന്ന മറ്റു ഡിഫറൻസുകൾ, കൾച്ചറൽ മെറ്റീരിയലിസത്തിനും ന്യൂ ഹിസ്റ്റോറിസിസത്തിനും തമ്മിലുള്ള ഡിഫറൻസ് പീറ്റർ ബാരി മെൻഷൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ മെയിൻലി 3 ഡിഫറൻസുകളാണ് പീറ്റർ ബാരി പറയുന്നത്. So the first difference is, in cultural materialism or cultural materialist focus on interventions whereby men and women make their own history. അപ്പോൾ ന്യൂ ഇൻവെൻഷൻസ് അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻസ്, അവിടെ മെന്നും വുമണും പുതിയ പ്രൊഡക്ഷനൊക്കെ നടത്തി അവരുടേതായ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് കൾച്ചറൽ മെറ്റീരിയലിസ്റ്റുകൾ ഫോക്കസ് ചെയ്യുന്നത്. വെറസ് ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് ഫോക്കസ് ഓൺ ദ പവർ ഓഫ് സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ സ്ട്രക്ചേഴ്സ് വിച്ച് റിസ്ട്രെയിൻ ദം. ബട്ട് ന്യൂ ഹിസ്റ്റോറിസിസ്റ്റുകൾ ഫോക്കസ് ചെയ്യുന്നത് ഈ മെന്നിൻ്റെയും വുമൻ്റെയൊക്കെ ഗ്രോത്തിനെ റിസ്ട്രെയിൻ ചെയ്യുന്ന സോഷ്യൽ പവേഴ്സ്, ഐഡിയോളജിക്കൽ സ്ട്രക്ചേഴ്സിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. സോ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ കൾച്ചറൽ മെറ്റീരിയലിസ്റ്റുകൾ പൊളിറ്റിക്കൽ ഒപ്റ്റിമിസമാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറയാം. വേറാസ് ന്യൂ ഹിസ്റ്റോറിസിസ്റ്റുകൾ പൊളിറ്റിക്കൽ പെസിമിസമാണ് ഫോളോ ചെയ്യുന്നത്. ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ എന്താ? ശുഭാപ്തി വിശ്വാസം. പെസിമിസം മീൻസ് അശുഭാപ്തി വിശ്വാസം. അപ്പം പൊളിറ്റിക്കൽ ഒപ്റ്റിമിസം, കൾച്ചറൽ മെറ്റീരിയലിസ്റ്റുകൾ എപ്പോഴും പൊളിറ്റിക്കലി നല്ല കാര്യമാണ്, എല്ലാം നല്ലതിനെന്ന് വിശ്വസിക്കുന്നവരാണ്. ബട്ട് ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് ഒരു നെഗറ്റീവ് പവർ, ആ പവർ റീസ്ട്രെയിൻ ചെയ്യുന്ന ആ ഒരു പവറിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. സോ ദേ ആർ പൊളിറ്റിക്കൽ പെസിമിസ്റ്റ് ഓർ പെസിമിസം ദേ ആർ ഫോളോയിങ്. ഒരു അശുഭാപ്തി വിശ്വാസമാണ് അവർക്ക് ഉള്ളത് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ന്യൂ ഹിസ്റ്റോറിസിസ്റ്റുകൾക്കുള്ളത്. Now cultural materialists reject post-structuralist position of new historicism. പക്ഷെ ന്യൂ ഹിസ്റ്റോറിസിസ്റ്റോ ദേ സബ്സ്ക്രൈബ് ടു പോസ്റ്റ് സ്ട്രക്ചറലിസം. ഓക്കെ, അപ്പോൾ കൾച്ചറൽ മെറ്റീരിയലിസ്റ്റ് ആർ അഗെയിൻസ്റ്റ് പോസ്റ്റ് സ്ട്രക്ചറലിസം, whereas new historicist supports post structuralism. So that is the second difference. Third one, cultural materialists situate literary text within our own period, whereas new historicists situate literary text in the political situation of its own period. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറൻസ് തന്നെ. കൾച്ചറൽ മെറ്റീരിയലിസ്റ്റുകൾ ഒരു ലിറ്റററി ടെക്സ്റ്റിനെ അവരുടെ പീരിയഡിൽ കൺസിഡർ ചെയ്യും, അവരുടെ പീരിയഡിൽ സിറ്റുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ന്യൂ ഹിസ്റ്റോറിസിസ്റ്റുകളാണെങ്കിലോ അവർ ആ ലിറ്റററി വർക്കിനെ അതിൻ്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷനിലേക്ക്, ആ ഒരു വർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് ആ സമയത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ വെച്ചിട്ടാണ് അത് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ദോസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൾച്ചറൽ മെറ്റീരിയലിസ്റ്റ് ആൻഡ് new historicist. So that is about this simple chapter. If you have any doubts, you can clarify through comment section. Thank you.